എല്ലാവർക്കും മെറ്റീരിയൽ സയൻസ് ആൻഡ് മെട്രോളജിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് മൊഡ്യൂൾ 1 ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം മൊഡ്യൂൾ 1-ലെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂള്ള പ്രധാന ടോപ്പിക്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ മൊഡ്യൂൾ 1-ൽ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള നമ്മുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നമുക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഏകദേശം ഒരു 19ഓളം മാർക്കിനാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഏകദേശം 19 മാർക്കും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ നമ്മളിന്നും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക് തന്നെയാണ് ഫസ്റ്റ് മൊഡ്യൂളിലെ മാത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നമുക്കിനി ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നമുക്ക് ഇന്ന് നോക്കാനുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇവിടെ കാണുന്ന പോലെ നവംബർ 2022. ഓക്കെ, നവംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാധാരണ പോലെ 1 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഓരോ മൊഡ്യൂളിൽ നിന്ന് ഉണ്ടാകാറുള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ഇൻഫിനൈറ്റ് പീരിയോഡിക് അറേ ഓഫ് പോയിൻറ്റ്സ് ഇൻ എ സ്പേസ് ഈസ് കോൾഡ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു മൊഡ്യൂൾ പഠിക്കുമ്പോൾ നമ്മുടെ തിയറി ക്ലാസ്സിൽ ഫസ്റ്റ് പഠിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. യൂണിറ്റ് സെല്ല്, സ്പേസ് ലാറ്റിസ് പോയിൻറ്റ്സ്, അങ്ങനെയുള്ള സ്ട്രക്ചർ, അങ്ങനെയുള്ള ക്രിസ്റ്റൽ സ്ട്രക്ചർ, അതുപോലത്തെ കുറേ ബേസിക് ടേംസ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ക്ലാസ് തന്നെ പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്നൊക്കെ 1 മാർക്കിനും 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വീണ്ടും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു ഇൻഫിനൈറ്റ് പീരിയോഡിക് അറേ ഓഫ് പോയിൻറ്റ്സ് ഇൻ എ സ്പേസ് അല്ലേ. ആ ഒരു സ്പേസിനകത്തുള്ള നമ്മുടെ ഒരു മെറ്റീരിയലിൻ്റെ അകത്തുണ്ടാവുന്ന അതിൻ്റെ സ്ട്രക്ചറിനകത്തുണ്ടാവുന്ന ആ ഒരു പീരിയോഡിക് അറേ ഓഫ് പോയിൻറ്റ്സിനെ എന്താണ് വിളിക്കുന്നത് ആ സ്പേസിനകത്തുള്ള. ശരിക്കും അതിൻ്റെ ആൻസറും ആ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്ക് പഠിച്ച ആളുകൾക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലേ എന്താണ് അതിൻ്റെ ആൻസർ. അല്ലെ, സ്പേസ് വെച്ച് തുടങ്ങുന്ന ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു ടേമാണ്. അതിൻ്റെ ആൻസർ സ്പേസ് ലാറ്റിസ് ആണ് അല്ലേ, സ്പേസ് ലാറ്റിസ്. അപ്പോൾ ഒരു ആൻ ഇൻഫിനൈറ്റ് പീരിയോഡിക് അറേ ഓഫ് പോയിൻറ്റ്സ് ഇൻ എ സ്പേസ് ഈസ് കോൾഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിറ്റ് സെല്ല് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഒരു ഇൻഫിനൈറ്റ് പീരിയോഡിക് അറേ ഓഫ് പോയിൻറ്റ്സിനാണ് നമ്മൾ സ്പേസ് ലാറ്റിസ് എന്ന് പറയാം. അതേപോലെ തന്നെ നമുക്ക് ലാറ്റിസ് പോയിൻറ്റ്സും വരുന്നുണ്ട് അല്ലേ. സ്പേസ് ലാറ്റിസ് പോയിൻറ്റ്സും വേറെ ടേംസാണ്. ഇപ്പോൾ സ്പേസ് ലാറ്റിസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ്, ഇതാണ് അതിൻ്റെ ഡെഫിനേഷൻ. എന്നാൽ ലാറ്റിസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാറ്റിസ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഒരു യൂണിറ്റ് സെല്ലിനകത്ത് ആ ഒരു മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു സെല്ലാണെങ്കിൽ നമ്മൾ മോളിക്യൂൾസ് ഇങ്ങനെ ആയിരിക്കും അവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കാം അല്ലേ. ഓരോ 8 കോർണേഴ്സിലും മോളിക്യൂൾസ് കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓരോ മോളിക്യൂൾസിൻ്റെയും സെൻറ്റർ ഉണ്ട് അല്ലേ. ഇപ്പോൾ ഈ ഒരു മോളിക്യൂളിന് ഒരു സെൻറ്റർ പോയിൻ്റ് ഉണ്ടായിരിക്കും, ഇതിനൊരു പോയിൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ മോളിക്യൂളിൻ്റെ ഒക്കെ ആ ഒരു മിഡിൽ പോയിൻ്റ് അല്ലെങ്കിൽ സെൻറ്റർ പോയിൻ്റ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ ഒരു ലാറ്റിസ് പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കതും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യനായിട്ട് ഇതേപോലെ ഡെഫിനേഷനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്സ് പഠിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 1 മാർക്കിൻ്റെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ 1 മാർക്ക് കിട്ടി. ഇനി നമുക്ക് ആകെ 1 മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഫസ്റ്റ് മൊഡ്യൂളിൽ ചോദിച്ചിട്ടുള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇനിയുള്ളത് നമുക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. 3 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ലക്കിയാണ് ശരിക്കും. അപ്പം ഇവിടെ നമുക്ക് മാക്സിമം 4 × 3 12 മാർക്കാണ് ശരിക്കും നമുക്ക് 3 മാർക്കിൻ്റെ വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുക. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ 1 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതൽ മാർക്കും നമുക്ക്, അതായത് 3 മാർക്കിലൊക്കെ നമുക്ക് മാക്സിമം 3 മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ. നമുക്കൊരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് 7 മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആയിരിക്കും. എന്നാൽ ഒരു 3 മാർക്കിൻ്റെ അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു വേർഡ് എഴുതി കഴിഞ്ഞാലോ അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ഒരു 3 പോയിൻ്റ് എഴുതി കഴിഞ്ഞാലോ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ 3 മാർക്ക് തന്നെ ഫുള്ളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം 3 ടൈപ്സ് ഓഫ് സ്റ്റീൽസ് ബേസ്ഡ് ഓൺ ദ കാർബൺ കണ്ടൻറ്റ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസറൊക്കെ പല ആളുകൾക്കും അറിയുന്നുണ്ടായിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സുകൾ കണ്ട ആളുകൾക്ക് അറിയുന്നുണ്ടല്ലേ. നമ്മുടെ സ്റ്റീലിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പ്രധാനപ്പെട്ട 3 ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. അതായത് ലോ കാർബൺ സ്റ്റീല്, മീഡിയം കാർബൺ സ്റ്റീല്, ഹൈ കാർബൺ സ്റ്റീല്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും ഏകദേശം ഒരു
അപ് ടു 0.5 അല്ലെങ്കിൽ 0.6% വരെ കാർബണൊക്കെ ഉള്ള സ്റ്റീലിനെയാണ് നമ്മൾ ലോ കാർബൺ സ്റ്റീൽ എന്ന് പറയാം. ഏകദേശം 0.6 തൊട്ട് ഏകദേശം ഒരു മാറിപ്പോയി. ലോ കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അപ് ടു അല്ലേ ഒരു 0.3 അല്ലെങ്കിൽ ഒരു നമ്മളിപ്പോൾ ചിലപ്പോൾ 0.25 ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരു 0.3% വരെയൊക്കെയുള്ള കാർബൺ പെർസെൻറ്റുള്ള സ്റ്റീൽസാണ് നമ്മുടെ ലോ കാർബൺ സ്റ്റീൽ. എന്നാൽ ആ 0.25 ശേഷം ഏകദേശം ഒരു 0.6 വരെ ഉള്ള റേഞ്ചിലൊക്കെയാണ് മീഡിയം കാർബൺ സ്റ്റീൽ വരുന്നത്. ഇനി ഹൈ കാർബൺ സ്റ്റീൽ ആകുമ്പോൾ 0.6 തൊട്ട് ഏകദേശം ഒരു 1.5 അല്ലെങ്കിൽ 2.1 വരെയൊക്കെ വരുന്ന ആ റേഞ്ചാണ് നമ്മുടെ ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ആ പേരുകളാണ് നമ്മൾ 3 മാർക്കിന് ഇവിടെ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ലോ കാർബൺ സ്റ്റീൽ കൺസിസ്റ്റ്സ് ഓഫ് ലെസ് ദാൻ ഇവിടെ 0.3 ആണല്ലേ, 0.3 അല്ലെങ്കിൽ 0.5 ഒക്കെ പറയാൻ പറ്റും. ഇനി മീഡിയം കാർബൺ സ്റ്റീൽ ആകുമ്പോൾ 0.3 to 0.6 ആണ്. ഹൈ കാർബൺ സ്റ്റീൽ ആകുമ്പോൾ 0.6 മോർ ദാൻ 0.6 അല്ലെങ്കിൽ 0.6 to ഒരു 2.1 വരെയൊക്കെ നമുക്ക് ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശരിക്കും ആലോചിച്ച് നോക്കുക, നമ്മൾ ഏതോ ഒരു വലിയ ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൽ വരുന്ന ഒരു ചെറിയൊരു ടോപ്പിക്ക് മാത്രമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റീൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മുന്നേയൊക്കെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഒരു 7 മാർക്കിൻ്റെ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ശരിക്കും നമുക്ക് അവിടുന്ന് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെയൊക്കെ നമുക്ക് ആൻസർ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇത് നമ്മൾ പ്രത്യേകം വേറെ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് പഠിക്കുമ്പോഴും അതുപോലെ തന്നെ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ കാര്യം നമ്മൾ പറഞ്ഞു പോയിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിൽ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ സേഫാണ്, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. നമ്മുടെ കാസ്റ്റ് അയണിൻ്റെ യൂസുകൾ അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് ചോദിച്ചുള്ളത്. ഇവിടെ ആൻസറായി കൊടുത്തിട്ടുണ്ട്. കാസ്റ്റ് അയണിൻ്റെ യൂസ് നമ്മൾ എൻജിൻ ബ്ലോക്ക് അല്ലെ, നമ്മുടെ IC എൻജിൻ ബ്ലോക്ക്സ്, സിലിണ്ടർ ബ്ലോക്ക് ഉണ്ടാക്കാനും അതുപോലെ ഫ്ലൈ വീൽസ് ഉണ്ടാക്കാനും പിന്നെ നമ്മുടെ ബ്രേക്കിൻ്റെ ഒക്കെ ഡിസ്ക് അല്ലെങ്കിൽ ഡ്രം ബ്രേക്കിൻ്റെ ഡ്രംസ്, പിന്നെ ഗിയേഴ്സ്, പഞ്ചസ്, അതുപോലെ റെയിലൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ കോമൺ ആയിട്ട് കാസ്റ്റ് അയണാണ് യൂസ് ചെയ്യുക. കാരണം കാസ്റ്റ് അയൺ ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ആണ് ഉണ്ടായിരിക്കുക. അത് വലിയ ലോഡ് താങ്ങാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, എൻജിൻ ബ്ലോക്ക്, ഫ്ലൈ വീൽസ്, ബ്രേക്ക് ഡിസ്ക് ആൻഡ് ഡ്രംസ്, ഗിയേഴ്സ്, പഞ്ചസ്, റെയിൽസ്, ഇത്രയാണ് നമുക്ക് ഏകദേശം ഒരു കാസ്റ്റ് അയണിൻ്റെ ആപ്ലിക്കേഷനായിട്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്കതും നമ്മൾ സേഫായിട്ട് നമുക്ക് 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യനാണ്. ഇനി അതേപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആപ്ലിക്കേഷൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസാണ് നമുക്കിവിടെ 3 മാർക്കും ചോദിച്ചുള്ളത് അല്ലേ. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഷാഫ്റ്റുകൾ ഉണ്ടാക്കാൻ, ഗിയേഴ്സ് ഉണ്ടാക്കാൻ, വാൾവുകൾ ഉണ്ടാക്കാൻ, ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. സർജിക്കൽ ടൂൾസും മെഡിക്കൽ എക്യുപ്മെൻറ്റ്സൊക്കെ ഉണ്ടാക്കാൻ, നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കിച്ചൺ സിങ്സ് ഉണ്ടാക്കാൻ, പിന്നെ ഹാൻഡ് റെയിൽസ് ഉണ്ടാക്കാൻ, പിന്നെ ഹാമർ, ചില ടൈപ്പ് ഹാമർ ഉണ്ടാക്കാൻ, പിന്നെ കട്ട്ലറി, അതുപോലെ തന്നെ കുക്ക് വെയർസ് ഒക്കെ ഉണ്ടാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതലായിട്ടും സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ ഏകദേശം ഒരേപോലെ ക്വസ്റ്റ്യൻ. ഇതാകുമ്പോൾ കാസ്റ്റ് അയണാണ് ചോദിച്ചുള്ളത്, ഇതാകുമ്പോൾ നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പഠിക്കുമ്പോൾ ആ ഒരു രീതിയിലാണ് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ഒരുപാട് വലിയ കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസും അതുപോലെ യൂസുകളും അങ്ങനെയൊക്കെയുള്ള ടോപ്പിക്സാണ് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ 3 ക്വസ്റ്റ്യനും നമ്മൾ സേഫ് സോണിലാണ്, നമുക്ക് 3ഉം ആൻസർ ചെയ്യാൻ പറ്റും. ഈ 4ാമത്തെ നോക്കട്ടോ, ഡ്രോ FCC ക്രിസ്റ്റൽ സ്ട്രക്ചർ. നമ്മുടെ ക്ലാസ് കണ്ട ആളുകൾക്ക് അറിയുന്നുണ്ടായിരിക്കും. വളരെ സിമ്പിളല്ലേ. FCC നമ്മളതിന് പേര് ഓർക്കുക അല്ലേ, ഫേസ് സെൻറ്റേഡ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫേസിന് സെൻറ്റർ അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓർത്ത് വെക്കുക, നമ്മൾ ക്യൂബ് വരച്ച് നോക്കുക അല്ലേ, ക്യൂബ് വരയ്ക്കുക. നമുക്കറിയാം 8 കോർണേഴ്സിൽ ആറ്റംസ് ഉണ്ടായിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല അല്ലേ. ഇവിടെ ഉണ്ട് അങ്ങനെ 8 കോർണേഴ്സിലുണ്ട്. പിന്നെ ഫേസ് സെൻറ്റേഡ് അഥവാ FCC ആകുമ്പോൾ ഇങ്ങനെ ഫേസിൽ കൂടെ ഉണ്ടാവും അല്ലേ. ഈ ഒരു ഫേസിലുണ്ടായിരിക്കും, ഈ സൈഡ് ഫേസിൽ, ഈ ടോപ്പ് ഫേസിൽ, ഈ കാണുന്ന ഫേസിൽ, ആ സൈഡ് ഫേസിൽ, ബോട്ടം ഫേസിൽ, അപ്പുറത്തെ ബാക്കിലെ ഫേസിൽ, അങ്ങനെ ആ ഓരോ ഫേസുകളിലും കൂടെ എന്തുണ്ടായിരിക്കും, ആ ഒരു മോളിക്യൂൾസ് കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരച്ചാൽ നമുക്ക് വെറുതെ കിട്ടുന്ന മാർക്കെന്ന് പറയാം അല്ലേ. കാരണം നമ്മളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സിമ്പിളായിട്ട് നമ്മൾ പഠിച്ച കാര്യമാണ് നമ്മുടെ ആ ഒരു ടോപ്പിക്കിൽ നമ്മുടെ ക്ലാസ്സുകളിൽ. അപ്പോൾ ഇത് വരച്ചാൽ നമുക്ക് എത്രയും 3 മാർക്കാണ് വെറുതെ കിട്ടുന്നത്. നമ്മൾ ഈ ചിത്രം ഈ ഒരു പേര് വെച്ച് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ടാണ് 3 മാർക്ക് കിട്ടുന്നത്. ഓക്കെ, കണ്ടോ, നമ്മൾ ഈ ഫിഗർ ഓർത്ത് വെക്കുക, പ്രത്യേകിച്ച് ഓർക്കേണ്ട ആവശ്യമില്ല. ഇനി അതേപോലെ BCC ഉണ്ട്, ഓർമ്മ ഉണ്ടായിരിക്കും എല്ലാവർക്കും അല്ലേ. BCC എന്ന് പറയുമ്പോൾ പേരെന്താണ്, ബോഡി സെൻറ്റേർഡ് ആണ്. അപ്പോൾ നമുക്ക് ബോഡിക്ക് സെൻറ്റർ അല്ലേ, ഈ പറഞ്ഞ പോലെ 8 കോർണർ ആറ്റംസും പ്ലസ് എന്തുണ്ടായിരിക്കും, ആ ഒരു ബോഡിയുടെ സെൻറ്ററിലും കൂടി
ഒരു ആറ്റം ഉണ്ടായിരിക്കും അല്ലേ, കോമൺ ആയിട്ട് ആ ബോഡിയുടെ സെൻറ്ററിലും കൂടി ഒരു ആറ്റം ഉണ്ടായിരിക്കും. 8+1 9 ആറ്റംസാണ് മൊത്തം ഉണ്ടായിരിക്കുക ആ ഒരു അറേഞ്ച്മെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. 4 × 3 നമുക്ക് 12 മാർക്ക് ഈസി ആയിട്ട് കിട്ടി. ഇവിടുത്തെ 1 മാർക്ക് 13 മാർക്ക് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 7 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ മാക്സിമം 7 മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുക. അപ്പോൾ 12ഉം 13ഉം 7ഉം നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് മാത്രം 20 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, ജസ്റ്റ് നമ്മുടെ ആ ഒരു 5 or 6 ക്ലാസ്സുകൾ കണ്ടിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കണ്ടുപോയി, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിപ്പോയി നമുക്ക് ഈസി ആയിട്ട് 20 മാർക്കാണ് കിട്ടാനുള്ള ഒരു സാഹചര്യം ഉള്ളത്. ഓക്കെ, നമുക്കിനി 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. എന്തൊക്കെയാണ് ചോദിച്ചത് നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം എന്ന് പറയുന്നത്. ഇനി വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്തിട്ട് അതിനെ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ 1 മണിക്കൂർ ക്ലാസ്സിൽ കൃത്യമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് രണ്ടും അറിയാം, നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഏത് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം ഈസി ആയിട്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം പഠിക്കാണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, എക്സാമിന് പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് 20 മാർക്ക് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ സേഫാണ്. അത്രയും മാത്രമല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ഞാൻ ഓരോ ക്ലാസ് എടുക്കുമ്പോഴും ഓരോ ടോപ്പിക് എടുക്കുമ്പോഴും പറഞ്ഞിട്ടുള്ള പ്രത്യേകം സ്ട്രെസ് കൊടുത്ത് പറഞ്ഞിട്ടുള്ള ടോപ്പിക്സിനാണ് ഇവിടെയും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി 2 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാനുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, തൽക്കാലം നമ്മൾ ക്ലാസ് വേണ്ടി വേണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.